സ്നേഹമുള്ള MES പ്രവർത്തകരെ, MES നേതാക്കളെ, സുഹൃത്തുക്കളെ, 75ാമത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം MES തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ ഭംഗിയായി, വളരെ ആഘോഷത്തോടു കൂടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. MES സെൻറ്ററിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്ദേശം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്മൃതിയിലൂടെ MES കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നടത്തിക്കഴിഞ്ഞതാണ്. എന്നാലും ഈ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ MESൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സൂചിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യ ഗംഭീരമായ, ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പുരോഗതിയാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഏത് രംഗത്താണ് ഇന്ത്യ പുറകോട്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാ രംഗത്തും ഇന്ത്യ മുന്നിലാണ്. നമ്മുടെ GDP റേറ്റ് അത് 25 തവണ മുകളിലായി, 25 ഇരട്ടി മുകളിലായി നിൽക്കുന്നു. കാർഷിക മേഖല, അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖല, വിദ്യാഭ്യാസ രംഗത്ത് പ്രതീക്ഷിച്ച് നമ്മൾ മറ്റൊരു രാജ്യവുമായി നോക്കുമ്പോൾ, ഒരു സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമായി നോക്കുമ്പോൾ എത്രയോ മുകളിലേക്ക് പോകുവാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ലിറ്ററസി, ഇവിടെ അക്ഷരമറിയാത്തവർ ഇന്ന് ഇന്ത്യയിൽ വളരെ കുറവാണ്. ദാരിദ്ര്യമുള്ളവർ ഇന്ന് ഇന്ത്യയിൽ കുറവാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഏത് രംഗത്തും ഗംഭീരമായ ഒരു കുതിച്ചു കയറ്റം നടത്തി ഈ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. മഹാത്മാഗാന്ധിയെ ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി അദ്ദേഹം ആയുധമെടുത്ത് പോരാടാൻ പറഞ്ഞില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആയുധമെടുക്കണമെന്ന് ആഗ്രഹമുള്ള വലിയ നേതാക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഗാന്ധിയുടെ ശക്തമായ നിലപാട് ആണ് ആയുധമില്ലാതെ സഹനശക്തിയിലൂടെ, സമാധാനത്തിലൂടെ, സത്യാഗ്രഹത്തിലൂടെ, നിരാഹാര സത്യാഗ്രഹത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ലോകത്ത് മഹാത്മാഗാന്ധിയിലൂടെ കാണിച്ചു കൊടുത്തു. നമുക്ക് പ്രതിഷേധം ഇങ്ങനെയും ആവാം, ആയുധമെടുക്കാതെയുള്ള പ്രതിഷേധമാകാം, അഹിംസയിലുള്ള പ്രതിഷേധമാകാം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവനും ഇന്ന് കലുഷിതമായ അന്തരീക്ഷത്തിലാണ്. ഗാന്ധിജിയുടെ അഹിംസയിലൂടെയുള്ള ഈ സമരമുറ ഇന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു ദിവസമായി കൂടി ഇന്നത്തെ ദിവസത്തെ നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് അറിയാവുന്നതുപോലെ ഒരു കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു, എല്ലാ മേഖലകളിലും വിജയിച്ചു എന്ന് വേണ്ട. ഇന്ന് ഏറ്റവും വലിയ ലോകത്തിലെ ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യങ്ങളിൽ, ന്യൂക്ലിയർ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന 3-4 രാജ്യങ്ങൾക്കുള്ളിൽ ഇന്ത്യ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്പേസ് ടെക്നോളജി, IT സർവ്വ സ്ഥലവും ഇന്ത്യ കീഴടക്കിയെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ നമ്മൾ പുറകോട്ട് പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ നമുക്ക് ഫ്രീഡം, സംസാരിക്കാൻ ഫ്രീഡം, സകല ഫ്രീഡവും ഉണ്ട്. അതുപോലെ ഡെമോക്രസിയിലുള്ളതുപോലെ മതേതരത്വത്തിൽ നമുക്ക് നമ്മുടേതായ ഫ്രീഡം തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് സാമ്പത്തിക മേഖലയിൽ നമുക്ക് സോഷ്യലിസത്തിലേക്ക് കുതിക്കുവാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഒരൊറ്റ കാര്യം മാത്രം. മതേതരത്തിൻ്റെ സ്ഥിതി എന്താണ്? മോശമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു വിഭാഗീകരണം നടക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയം വന്നാൽ ആ സംശയം മാറ്റിക്കൊടുക്കേണ്ടത് ഭരണകൂടങ്ങളാണ്. അതിനു വേണ്ടിയുള്ള ഭരണകൂടത്തിന് ഒരു പ്രവർത്തനം തീർച്ചയായും ഉണ്ടാവണം. ഭരണകൂടം അതനുസരിച്ച് മതേതര രീതിയിൽ സഹോദരങ്ങളെപ്പോലെ പരസ്പരം തോളിൽ കൈയിട്ട് ഞങ്ങളൊന്നാണ്, ഇന്ത്യക്കാർ ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന അവസരത്തിലേക്ക്
സകല വിഭാഗം ആൾക്കാരെയും എല്ലാ മതവിശ്വാസികളെയും കൊണ്ടുവരണം. അതിന് ഭരണകൂടത്തിൽ നിന്ന് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് MES ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും, ഇന്ത്യയിലെ സകല ഭരണാധികാരികളെയും സകലരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾക്കൊരു ശുഭമുഹൂർത്തമാണ്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾക്കെല്ലാവർക്കും സന്തോഷിക്കാം. പ്രസിഡന്റ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ അപകടങ്ങൾ മാത്രം എടുത്തു പറയേണ്ടതുണ്ട്. പ്രസിഡന്റ് എല്ലാ കാര്യവും വിശദീകരിച്ചു കൊടുക്കുക, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമുക്കെല്ലാം ഒന്നുകൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട MESൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് നാം 75ാം സ്വാതന്ത്ര്യ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഓരോ ഭാരതീയനും സ്വാതന്ത്ര്യലബ്ധി നേടിയതിൻ്റെ സന്തോഷത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കൊറോണ എന്ന മഹാമാരിയുടെ ഭീതിയിലാണ് ഈ 75ാം പിറന്നാൾ ഈ ഇന്ത്യ രാജ്യം ഇന്ന് ആഘോഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസവും മതേതരത്വവും ജനാധിപത്യവും ആ ആശയങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ നവഭാരതത്തിൻ്റെ അടിത്തറ പാകിയത്. ഈ വിഭജനത്തോട് അനുബന്ധിച്ച് ചോര പുരണ്ട ഈ രാജ്യത്തെ ചികിത്സിച്ച് മാറ്റിയത് ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ആശയങ്ങൾക്ക് വ്യതിചലിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ട്വിറ്റർ സന്ദേശം നൽകി. 14 എന്ന് പറയുന്ന ദിവസം, ഓഗസ്റ്റ് 14-ാം തീയതി വിഭജനത്തിൻ്റെ നാളുകൾ ആഘോഷിക്കണമെന്ന്. നാം വിഭജനത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. മുറിപ്പാടുകൾ കൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയ സാഹചര്യമായിരുന്നു ആ വിഭജനം. അത് വീണ്ടും ജനങ്ങൾ ഓർത്തെടുത്താൽ വീണ്ടും ജനങ്ങൾ പരസ്പരം വിഭജനത്തിലേക്കും പരസ്പരമുള്ള വിദ്വേഷങ്ങളിലേക്കും നീങ്ങും. അതൊരു ദൗർഭാഗ്യകരമായ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഈ നല്ലൊരു സുവർണ അവസരം, 75ാം പിറന്നാൾ നമുക്കിന്ന് ആഘോഷിക്കാൻ കഴിയുന്നത് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന ആ വിഭജനത്തോടനുബന്ധിച്ച് നടന്ന ആ മുറിപ്പാടുകൾ ഉണക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാം സന്തോഷത്തോടു കൂടി ഈ 75ാം പിറന്നാൾ ആഘോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും വളരെ ദൗർഭാഗ്യകരമായ സ്റ്റേറ്റ്മെൻ്റാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഇന്നിവിടെ വന്നു ചേർന്ന MESൻ്റെ എല്ലാ നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.